കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും വിഭജിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. എല്ലാ അഭയാർത്ഥികളും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗം മാത്രമേ അതിൽ പെടുന്നുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിനെതിരെ നിലപാടെടുക്കാൻ യോജിച്ചവർ പിന്നീട് അതിൽ നിന്ന് മാറി നിന്നു. എന്താണിത്? ഇത് കോഴിക്കോട് കടപ്പുറമാണ്. ഇവിടെ ഉപ്പ് കുറുക്കിയത് കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് ഓടിച്ചുവിടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊരു ഭോഷത്വമാണ് എന്ന് സാമ്രാജ്യത്വ സേവകന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് തുല്യമല്ലേ ഇത്? ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ, ആ പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാളുടെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ. ലോക്സഭയിൽ ആ ആള് AM ആരിഫായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം കുറ്റകരമായ മൗനം, നിസ്സംഗത കോൺഗ്രസ് പാലിക്കുകയായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുകയുണ്ടായി ഭാരത് ജോഡോ ന്യായ് യാത്ര. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് കൊണ്ടുവരാൻ? നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നടപ്പാക്കാമെന്നല്ലേ? എന്താണ് ഈ തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് വരുന്നത്? അദ്ദേഹം ചിരിക്കുന്നു, ഗാർഗയും ചിരിക്കുന്നു. നമുക്ക് ചിരിക്കാം. എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനലക്ഷങ്ങളും ജനകോടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത്. സഹോദരീ സഹോദരന്മാർ, നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. മതനിരപേക്ഷ രാഷ്ട്രം എന്നത് ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന ഒന്നാണ്. ഇതിൻ്റെ പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള, അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കും നമ്മുടെ രാജ്യത്ത് തുല്യ അവകാശമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന തലത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനാണ് ബോധപൂർവമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഇത് നേരത്തെ മുതലുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ചപ്പോൾ തന്നെ ആ ഭരണഘടന ശരിയല്ലെന്നും അത് രാജ്യത്തിന് ചേരുന്നതല്ലെന്നും പറഞ്ഞ ഒരു കൂട്ടർ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നു. അത് RSS ആയിരുന്നു. അവർ
അവരുടെ അഭിപ്രായ വ്യത്യാസം മറച്ചു വച്ചിട്ടില്ല. മനുവിൻ്റെ നീതിന്യായ സംഹിതയാണ്, മനുസ്മൃതിയാണ് രാജ്യത്ത് വേണ്ടത്. അത് ഭരണഘടന നിർമ്മിച്ച പണ്ഡിതന്മാർ ഉൾക്കൊള്ളാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അന്ന് തന്നെ RSS നേതാക്കൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. തുറന്നിങ്ങോട്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതിനുള്ള നടപടികളാണ് ഒന്നിനു പുറകെ ഒന്നായി സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന പാർട്ടിയായ BJPയുടെ നേതൃത്വത്തിൽ കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ ആ ഘട്ടത്തിലും ഈ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത്. ഇവിടെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമെന്ന നിയമത്തിലൂടെ നടപ്പാക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ഇത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നതെങ്കിലും RSSൻ്റെ അജണ്ടയാണ് സംഘപരിവാർ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി തുടർച്ചയായി സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമാണ് മുൻ BJP ഗവൺമെൻറ്റുകളും ഇതിന് സഹായകമാകുന്ന നടപടികൾ നേരത്തെ സ്വീകരിച്ചു വച്ചിട്ടുമുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമമനുസരിച്ച് 2014 ഡിസംബർ 31 അതിനു മുൻപോ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമല്ല, കൃത്യമായി ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. രാജ്യത്തേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ഇങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക. 2019 മോദി സർക്കാർ ഇത്തരത്തിൽ 6 വിഭാഗത്തിന് പൗരത്വം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പൗരത്വ നിയമ ഭേദഗതി പാസ്സാക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മതസ്ഥർക്ക് പൗരത്വം നിഷേധിക്കുന്ന നടപടിയാണ്. അതായത് പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരത്തിൽ കുടിയേറിയ മുസ്ലിങ്ങളടക്കമുള്ള മറ്റു വിഭാഗങ്ങൾക്ക്
പൗരത്വത്തിന് അപേക്ഷ നൽകാൻ പോലും ആവില്ല. ഇപ്പോൾ രാജ്യത്തിൻ്റെ തൊട്ടുകിടക്കുന്ന അയൽപക്കങ്ങളിൽ, അയൽ രാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ഒട്ടേറെ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാനിൽ അഹമ്മദീയ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഹസാര വിഭാഗക്കാരുണ്ട്. മ്യാൻമറിൽ റോഹിംഗ്യകളുണ്ട്. ശ്രീലങ്കയിലെ തമിഴ് വംശജരുണ്ട്. എന്നാൽ ഇവരെയെല്ലാം ഈ നിയമത്തിന് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇവർക്കൊന്നും പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കാൻ പോലും കഴിയില്ല. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വാർത്ത ഈ ദിവസങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിൽ നാം കാണുന്നുണ്ട്. സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ സമീപിച്ചിരിക്കുകയാണ്. അത് ആ അഭയാർത്ഥികളെ നാടുകടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം തന്നെ. ഇത് നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഭരണഘടനയ്ക്ക് എതിരാണ്. മതനിരപേക്ഷതയ്ക്ക് ചേരാത്തതാണ്. അഭയാർത്ഥികളോടുള്ള സമീപനത്തിനും ചേരാത്തതാണ്. ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥി കുടിയേറ്റത്തെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കുറ്റക്കാരായി മാറുന്നത് ഈ ഒരു വേർതിരിവ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ്. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണലിന് പരസ്യമായി ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോൾ അമേരിക്കയുടെ തോഴനായിട്ടാണല്ലോ നരേന്ദ്രമോദി നിൽക്കുന്നത്. ആ അമേരിക്കയെ എല്ലാ കാര്യത്തിലും പിന്താങ്ങുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി ഇന്ത്യയെ മോദി ഗവൺമെൻറ് മാറ്റിയിരിക്കുന്നു. ഇതെല്ലാമാണെങ്കിലും ഈ തെറ്റായ നടപടിയെ അമേരിക്കക്ക് പോലും തള്ളിപ്പറയേണ്ടി വന്നു. പരസ്യമായി ഇത് ശരിയല്ലെന്ന് അമേരിക്കയടക്കമുള്ള നിരവധി ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു.
ഒരു പരിഷ്കൃത രാജ്യത്തിന് ചേരാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രത്തെ ലോകം കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇവിടെ നമ്മുടെ രാജ്യത്തെ പൗരത്വ നിയമം 1955 പാസ്സാകുന്നത്. അതിന് പിന്നീട് നിരവധി ഭേദഗതികൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഭേദഗതി 1986 ആസാം അക്കോർഡിനെ തുടർന്ന് വന്ന ഭേദഗതിയായിരുന്നു. പിന്നീട് 1992, 2003, 2015 എല്ലാം പൗരത്വ നിയമത്തിൽ ഭേദഗതികൾ വന്നിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭേദഗതികളൊന്നും മതാടിസ്ഥാനത്തിൽ പൗരരെ വിഭജിക്കുന്നതായിരുന്നില്ല. ഒന്നിനും മതം അടിസ്ഥാനമാക്കി എടുത്തിരുന്നില്ല. 2003 വാജ്പേയിയുടെ സർക്കാർ, അന്നത്തെ BJP സർക്കാർ പൗരത്വ നിയമത്തിൽ ഒരു പ്രത്യേക വാക്ക് കൊണ്ടുവരുന്നത്. അത് അനധികൃത കുടിയേറ്റക്കാർ. ഈ സംജ്ഞ അന്നത്തെ പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ആരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന് അന്ന് നിർവചിക്കാൻ പുറപ്പെട്ടില്ല. അത് മതാടിസ്ഥാനത്തിൽ നിർവചിച്ചില്ല. എന്നാൽ കുടിയേറ്റക്കാരിൽ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്ന് അന്ന് വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ പറഞ്ഞു വെച്ചു. അതിൽ തന്നെ ദേശീയാടിസ്ഥാനത്തിൽ പൗരത്വ രജിസ്റ്റർ NRC, ഇപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്റർ നിർമ്മിക്കും എന്ന ഒരു നിർദ്ദേശവും ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് വെച്ചു. 2019 ഭേദഗതിയിൽ മതത്തെ പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്നത്. അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവൺമെൻറ്റാണ് ചെയ്തത്. സംഘപരിവാറിൻ്റെ അജണ്ട കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കാൻ പുറപ്പെട്ടത്. സംഘപരിവാർ നമുക്കറിയാം, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവും കൊണ്ട് നടക്കുന്നവരാണ്. ഇവിടെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വം തീർത്തും ഭരണഘടനാ വിരുദ്ധമായതാണ്. എല്ലാ അർത്ഥത്തിലും മതേതരത്വത്തിൻ്റെ ലംഘനമാണ്. മൗലികാവകാശം ഹനിക്കുന്നതാണ്. മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ നിയമം കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമില്ല. അങ്ങനെ നിയമം കൊണ്ടുവരാൻ സർക്കാരിനാകില്ല. ഇതെല്ലാം നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതി തന്നെ വ്യക്തത വരുത്തിയ കാര്യമാണിത്. നിയമത്തിനു മുന്നിൽ തുല്യത, ഇത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അതുപോലെ തന്നെ നിയമത്തിനു മുന്നിലുള്ള തുല്യ
പരിരക്ഷ അതും ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഭരണഘടന പൗരർക്കല്ല ഇത്തരമൊരു തുല്യതയും പരിരക്ഷയും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ പൗരർക്കു മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കുമാണ്. എന്ന് പറഞ്ഞാൽ പൗരന്മാരല്ലാത്ത ആളുകൾക്കടക്കം ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. മതപരമായ വിവേചനം ഭരണഘടന അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചതും ആ കാര്യങ്ങൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും വിഭജിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. മതപരമായ വിവേചനം അതിൻ്റെ പ്രത്യയശാസ്ത്രവും കൊണ്ട്, ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവും കൊണ്ട് നടക്കുന്നവരാണ് സംഘപരിവാറുകാർ. ആ മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ സംഘപരിവാറിൻ്റെ അജണ്ട നിയമപരമാക്കാനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ്. ഇവിടെ നാം കാണേണ്ടത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായും പറഞ്ഞുവെച്ച, വാജ്പേയിയുടെ കാലത്ത് പറഞ്ഞുവെച്ച ദേശീയ പൗരത്വ രജിസ്റ്റർ, അതിൻ്റെ ആദ്യത്തെ പടി, അതിനുള്ള തുടക്കം കുറിക്കൽ ഇവിടെ സംഭവിക്കുകയാണ്. നമ്മുടെ ആദ്യ ചുവടുവെപ്പായി ആ കാര്യത്തിൽ കാണേണ്ടത് പൗരത്വ ദേശീയ ജനസംഖ്യ രജിസ്റ്ററാണ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, അതാണ് NPR എന്നത്. ഇത് നമ്മുടെ NRC തയ്യാറാക്കാനുള്ള ദേശീയ ജനസംഖ്യ രജിസ്റ്റർ, നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണ്. ഇത് മറച്ചുവെക്കാൻ വലിയ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് നാം കാണണം. അതിൻ്റെ ഭാഗമായാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ ഘട്ടത്തിൽ ഈ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സെൻസസിൻ്റെ ഭാഗമാണ് എന്നൊരു വാദം ഇതിനെ പിന്താങ്ങുന്നവർ ഉയർത്തിയിരുന്നു. എന്നാൽ ഈ പറയുന്ന സെൻസസും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. സെൻസസ് സാധാരണഗതിയിൽ നടന്നു പോകേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെ കേരളം തുറന്നു പറഞ്ഞത്. ആ ഭാഗം ഞാൻ പിന്നീട് പറയാം. 2019 മെയ് 1 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കാര്യം നാം ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം കലവറയില്ലാതെ പറഞ്ഞു, ആദ്യം
പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. എല്ലാ അഭയാർത്ഥികളും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗം മാത്രമേ അതിൽ പെടുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. ഇത് മാത്രമല്ല, ഒടുവിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും. അതാണ് RSSൻ്റെ അജണ്ട. ആ അജണ്ടയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി പറഞ്ഞത്. ഒന്നിലധികം തവണ പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഭീഷണി ഉയർന്നു. മാത്രമല്ല, ഈ NRC രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ഇതാണ് സംഘപരിവാർ അജണ്ട. ആ അജണ്ട നടപ്പിലാക്കാനാണ് ആഭ്യന്തരമന്ത്രി തയ്യാറായത്. ആ ഭീഷണിയാണ് നിരവധി തവണ അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ ഉയർത്തിയത്. ഇതിലാണ് നാം ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ തയ്യാറായത്. നമ്മുടെ സംസ്ഥാനമാണ് ആദ്യമായും ഈ കാര്യത്തിൽ അന്ന് പ്രതികരണം രേഖപ്പെടുത്തിയത്. കാരണം ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഒന്നാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പൗരത്വ നിയമ ഭേദഗതിയായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ആദ്യം നമ്മുടെ നാട് പ്രഖ്യാപിച്ചു എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിൽ സർക്കാർ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിലപാടെടുക്കുന്നതിനാണ് മുൻകൈയെടുത്തത്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഒരുമിപ്പിച്ചുള്ള പ്രക്ഷോഭത്തിന് ആ ഘട്ടം നാം സാക്ഷ്യം വഹിച്ചു. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. അതിൽ എല്ലാവരും പങ്കെടുത്തു. എല്ലാ വിഭാഗവുമുണ്ടായി, പ്രതിപക്ഷവുമുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഒട്ടേറെ ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. ഇവിടെയും ആ ഘട്ടത്തിൽ ഒരു മഹാറാലി നടന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിലെല്ലാം നാം നടത്തിയ പ്രഖ്യാപനം RSS അജണ്ട നടപ്പാക്കില്ല എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. മാത്രമല്ല, പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നു. ആ നിയമസഭാ സമ്മേളനത്തിൽ ഏകണ്ഠമായി പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം എന്ന പ്രമേയം നിയമസഭ അംഗീകരിക്കുന്ന നിലയുണ്ടായി. ഇതെല്ലാം ഒരു നിയമസഭ എന്ന നിലക്ക്
ആദ്യമായി ചെയ്തത് കേരള നിയമസഭയായിരുന്നു എന്ന് നാം ഓർക്കണം. മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവികാരം രാജ്യത്തെ ആകെ അറിയിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് ആ ഘട്ടത്തിൽ കത്തുകളയച്ചു. ആ കത്തിൽ ഇതിനകത്ത് ഈ പ്രശ്നത്തിൽ എല്ലാവരും യോജിക്കാൻ തയ്യാറാവണം, മതനിരപേക്ഷത സംരക്ഷിക്കാൻ മുൻകൈയെടുക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസും ഫയൽ ചെയ്തു. അത് സുപ്രീം കോടതിയുടെ പരിശോധനയിലിരിക്കുകയാണ്. ഇതും സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങളിൽ പലരും അതിൽ പങ്കാളികളായവരായിരിക്കും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കും, മതാടിസ്ഥാനത്തിൽ പൗരരെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ഒരുമ പ്രഖ്യാപിക്കും വിധം LDFിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആ ഘട്ടത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നാം കാണേണ്ടത്, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ വലിയ ആശങ്കയിൽ കഴിയുന്ന അനേക ലക്ഷം, അനേകം കോടികൾ ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ അനേകം കോടി ജനങ്ങൾ ആശങ്കയിലും ഭയത്തിലും കഴിയുകയാണ്. എന്താകും തങ്ങളുടെ ഭാവി? ഇവിടെ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമോ? ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനോടൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററുമൊക്കെ നടപ്പാക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി ഇന്ന് പൗരരായിരിക്കുന്നവർക്ക് നാളെ പൗരരായിരിക്കാൻ കഴിയുമോ? പൗരരായിരിക്കുമോ? ഇത്തരത്തിലുള്ള ആശങ്ക, ഭീതി, ഉത്കണ്ഠ, ഇങ്ങനെ കോടാനുകോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിയുകയാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് ഈ പരിപാടികളിലൂടെ നാം നൽകിയത്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർമ്മിച്ചു പോകേണ്ടതാണ്. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി പറയേണ്ടി വരികയാണ്. ഈ കാര്യത്തിൽ പിന്നീട് ചില വ്യത്യസ്തതകൾ ഉയർന്നു വന്നു. ആ വ്യത്യസ്തതകൾ സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിനെതിരെ നിലപാടെടുക്കാൻ യോജിച്ചവർ പിന്നീട് അതിൽ നിന്ന് മാറി നിന്നു. യോജിപ്പിന് സന്നദ്ധമല്ല എന്ന നിലപാടെടുത്തു. അതിൽ കക്ഷിരാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ വസ്തുതയായി പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല. നേരത്തെ യോജിച്ച നിലപാടെടുത്തവർ പെട്ടെന്നുണ്ട് ചുവട് മാറ്റുന്നു. അവർ എന്തുകൊണ്ടാണെന്നറിയില്ല. BJP, RSS, സംഘപരിവാർ
കേരളം സ്വീകരിച്ച നിലപാടിനെ അപഹസിച്ചാലും പരിഹസിച്ചാലും നമുക്കത് മനസ്സിലാകും. കാരണം അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് എതിരായ നിലപാടാണ് കേരളം മൊത്തത്തിലെടുത്തത്. പക്ഷേ നിയമസഭാ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പരിഹസിച്ചാലോ? അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കുകയാണ്. പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല. എന്താണിത്? ഇത് കോഴിക്കോട് കടപ്പുറമാണ്. ഇവിടെ ഉപ്പ് കുറുക്കിയത് കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കരകയറ്റാൻ, ഇവിടുന്ന് ഓടിച്ചുവിടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊരു ഭോഷത്വമാണ് എന്ന് അന്ന് സാമ്രാജ്യത്വ സേവകന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് തുല്യമല്ലേ ഇത്? അവരുടെ കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയുള്ള ശക്തമായ രോഷമല്ലേ നാം പ്രകടിപ്പിച്ചത്? ഇവിടെ ആശങ്കയിലും ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന ജനലക്ഷങ്ങളെ, ജനകോടികളെ ഓർക്കേണ്ടതായിരുന്നില്ലേ? എന്തിനാണ് അത്തരമൊരു നിലപാട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവ്, അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് തന്നെ സ്വീകരിച്ചത് എന്നത് അന്നും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ആ നിലപാട് പിന്നീട് ഒരിക്കലും തിരുത്തിയില്ല. അപ്പോൾ അത് കേരളത്തിലെ ഏതെങ്കിലും അവിവേകമുള്ള കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു നടപടിയാണ് എന്നെല്ലാവരും ധരിക്കേണ്ടത്. കാരണം നേരത്തെ പരിപാടിയിൽ യോജിച്ചു, ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി, ഒന്നിച്ച് പ്രമേയം പാസാക്കി, ഒന്നിച്ചു നിന്നു. അത് പാടില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അതിന് അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അടക്കം അംഗീകാരമുണ്ടായിരുന്നു എന്നല്ലേ നാം ധരിക്കേണ്ടത്? അതിൻ്റെ ഭാഗമായി യോജിച്ച പ്രക്ഷോഭമുണ്ടായില്ല എന്ന് മാത്രമല്ല, യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവർക്കെതിരെ പലയിടങ്ങളിലും നടപടിയെടുക്കുന്ന നിലയും ആ പാർട്ടി സ്വീകരിച്ചു. ഇവിടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസാക്കിയത് ഡിസംബർ 2 വാരത്തിലാണ്. ആ പൗരത്വ നിയമ ഭേദഗതി പാസ്സായപ്പോൾ രാജ്യത്താകെ പ്രതിഷേധം വന്നു. നമ്മൾ മാത്രമല്ല, പിന്നീട് പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഡിസംബർ 10 രാജ്യമാകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആ ഘട്ടത്തിൽ ചിലർ ആ പ്രക്ഷോഭത്തിലുണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നത്തെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു ആ ദിവസങ്ങൾ. എന്തൊരു അപമാനകരമായ നിലപാടാണെന്ന് ഓർക്കണം. ഇവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് കോൺഗ്രസ്സുകാർ കണക്കാക്കുന്നയാൾ, അദ്ദേഹം രാജ്യത്തെ ഉണ്ടായില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. ആ സമയത്ത് തന്നെ വിദേശത്തേക്ക് അദ്ദേഹം പോയി. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനം എന്ന നിലക്ക് കണ്ടു. ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ഇടതുപക്ഷ നേതാക്കൾ
അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിവിധ നേതാക്കൾ സീതാറാം യെച്ചൂരിയെ പോലുള്ള, പ്രകാശ് കാരാട്ടിനെ പോലുള്ള, ബൃന്ദ കാരാട്ടിനെ പോലുള്ള അറിയപ്പെടുന്ന ഒട്ടേറെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ മത്സരിക്കുന്ന ആനി രാജ ആ ഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഗവൺമെൻറ്റിൻ്റെ നടപടിക്ക് വിധേയയായ നേതാവാണ്. ഈ ഘട്ടത്തിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ, ആ പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാളുടെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ. ലോക്സഭയിൽ ആ ആള് AM ആരിഫായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം സാങ്കേതികമായി ഒന്ന് എറുത്തു എന്ന് വരുത്തി മൂലയിൽ പോയി ഒളിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്? അന്ന് മഹാഭൂരിപക്ഷം അംഗങ്ങൾ, കേരളത്തിൽ നിന്നുള്ള ഏറെക്കുറെ മഹാഭൂരിപക്ഷം അംഗങ്ങൾ ഇതിൽ പ്രതികരിക്കാതെ മൂലയിൽ ഒളിക്കുന്ന സ്ഥിതിയുണ്ടായത്. രാജ്യസഭ ഇവിടെ പറഞ്ഞു, അതിശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ MP-മാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു. അതിൽ സഖാവ് ഇളമരങ്കരിയും ഫലപ്രദമായി നേതൃത്വം കൊടുത്തു തന്നെയുണ്ടായി. കൂട്ടത്തിൽ ബിനോയ് വിശ്വം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒപ്പമുണ്ടായി. അന്ന് പാർലമെൻറ്റ് അംഗമായിരുന്ന KK രാഗേഷും ഫലപ്രദമായി ഈ കാര്യത്തെ എതിർത്തുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചു. മാത്രമല്ല, ഈ നിയമത്തിന് ഭേദഗതി നിർദ്ദേശിച്ചു. ഈ ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ്സുകാരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് നമ്മളാരും കണ്ടില്ല, പാർലമെൻറ്റ് കേട്ടുമില്ല. 2020 ജനുവരിയിൽ ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തു. വലിയ പ്രക്ഷോഭമായി. അവിടെ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ MP-മാരുടെ എല്ലാം സാന്നിധ്യമുണ്ടായി. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആരെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നതിന് സഹിക്കാൻ കഴിയാത്ത സംഘപരിവാർ അവർക്ക് നേരെയുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി വടക്ക് കിഴക്കൻ ഡൽഹിയിൽ രൂക്ഷമായ കലാപം നടന്നു. ആ കലാപത്തിൽ 53 പേർ കൊല ചെയ്യപ്പെട്ടു. അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥ. നിരവധി പേരെ കാണാതായി. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, ആരാധനാലയങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം ഈ കലാപത്തിൻ്റെ ഭാഗമായി ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ബോധപൂർവം സംഘടിപ്പിച്ച ഒന്നായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ നിങ്ങളാര്? ആ പകവീട്ടൽ, പ്രക്ഷോഭം നടത്തിയവർക്കെതിരെയുള്ള ഇടപെടൽ, അതായിരുന്നു സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സംഘപരിവാറിൻ്റെ ആക്രമണമാണ് അവിടെ നടന്നത്. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുവാദമുണ്ടായി. ആ ഘട്ടത്തിൽ ഇതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കളും പാർലമെൻറ്റ് അംഗങ്ങളും മാത്രമാണ്. ഒരു കോൺഗ്രസ്സുകാരനെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കണമെന്നും
നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടതും ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. ഇവിടെ ആ ഘട്ടം നാം ഓർമ്മിച്ചാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി. അതിലൊന്ന് ജാമിയ മിലിയ സർവകലാശാലയായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയെന്ന് വന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസിൻ്റെ വേട്ടയാണ് നടന്നത്. അതിക്രൂരമായ വിദ്യാർത്ഥി വേട്ട അവിടെ നടക്കുകയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഷഹീൻ ബാഗിൽ സമരം നടന്നു. ആ സമരം നടന്നപ്പോൾ അതിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം, സംഘപരിവാറിൻ്റെ ഇടപെടൽ, അതിന് പോലീസിൻ്റെ മൗനാനുവാദം, അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം കുറ്റകരമായ മൗനം, നിസ്സംഗത കോൺഗ്രസ് പാലിക്കുകയായിരുന്നു. ഇവരെ വെടിവെച്ച് കൊല്ലൂ എന്നൊരാഹ്വാനം ആ ഘട്ടത്തിൽ നാം കേട്ടു. ആരായിരുന്നു ആഹ്വാനം നടത്തിയത്? കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ. കൃത്യമായ കലാപത്തിന് നേതൃത്വം, കലാപാഹ്വാനം ഒരു കേന്ദ്രമന്ത്രി തന്നെ നൽകുകയാണ്. ആ കേന്ദ്രമന്ത്രിക്കെതിരെ വൃന്ദാക്കാരാട്ടും ഡൽഹിയിലെ CPIM സംസ്ഥാന സെക്രട്ടറിയുമാണ് കോടതിയെ സമീപിച്ചത്. ഇതെല്ലാം ഈ ഘട്ടത്തിൽ നാം ഓർത്തു പോകേണ്ട കാര്യമാണ്. ഡൽഹി കലാപത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി എന്താ? ആരാണോ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അവർക്കെതിരെ ഒരു നടപടിയുമില്ല. എന്നാൽ നടപടികളെല്ലാം ഇരകൾക്കെതിരെയാണ് ഉണ്ടായത്. ഇരകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ കുറ്റപത്രത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാമിൻ്റെ പേരുൾപ്പെടുത്തി. എന്നാൽ നാം കാണേണ്ട കാര്യം, ഒരുപാട് നേതാക്കൾ, ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ, മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്നവർ എല്ലാം ആ കുറ്റപത്രത്തിലുണ്ട്. പക്ഷേ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ആ കുറ്റപത്രത്തിൽ പേരുണ്ടായില്ല, അതിലിടം പിടിച്ചില്ല. ഇപ്പോൾ ചട്ടം വന്നു. ഇത് നിയമം വന്നപ്പോഴുള്ള നിലയാണ്. ഇപ്പോൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടമാണ് കൊണ്ടുവന്നത്. നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുവെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഇതിൽ നിലപാടുണ്ടോ? RSS നിലപാട് നാം കാണുന്നുണ്ട്, സംഘപരിവാർ നിലപാട് നാം കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ നാം കാണുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടിയും നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങളെ, അവരെ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വലിയ തോതിൽ ആശങ്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ആ സന്ദർഭത്തിൽ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? എന്തെങ്കിലും ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പാർട്ടിയുടെ പ്രതികരണമുണ്ടായോ? പാർട്ടിയുടെ അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായോ? ഈ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു യാത്ര
ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുകയുണ്ടായി. ഭാരത് ജോഡോ ന്യായ് യാത്ര. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? എന്തേ പൂർണ്ണ മൗനം? എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത്? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, എന്താണ് നിലപാട്? അപ്പോൾ ആലോചിച്ച് പറയാം. എന്താണത്? കൂടെ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു, ഖാർഗെയും ചിരിക്കുന്നു. നമുക്ക് ചിരിക്കാം, എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനലക്ഷങ്ങളും ജനകോടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത്. അവരെ കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഭാഗമായി പ്രതികരിക്കാൻ പറ്റിയോ? ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, കെ.സി. വേണുഗോപാൽ, ഇത് ഈ നിയമം കൊണ്ടുവന്നിട്ട് 4 വർഷവും 3 മാസവും കഴിഞ്ഞു. ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് കൊണ്ടുവരാൻ? നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് നടപ്പാക്കാമെന്നല്ലേ? എന്താണ് ഈ തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് വരുന്നത്? ജയറാം രമേശാണ് മീഡിയ വിഭാഗം തലവൻ കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് ഈ വർഗീയ നിയമത്തിനെതിരെ എന്തെങ്കിലും നിലപാട് പറയാൻ കഴിഞ്ഞോ? അപ്പോൾ കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് ഇവിടെ നടന്നത്. ആ ഒളിച്ചുകളി ആർക്കാണ് ഗുണമായിട്ട് വരുന്നത്? അത് RSSനും സംഘപരിവാറിനും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനുമാണ് ഗുണകരമായി മാറുന്നത് എന്ന് നാം കാണണം. ഇവിടെ LDFനോ കേരളത്തിലെ LDF സർക്കാരിനോ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയുമില്ല. ശക്തമായ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുക. ഇത് പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തെ മുസ്ലിം ബഹുജനങ്ങളെ രണ്ടാന്തര പൗരരാക്കലിൻ്റെ ഭാഗമായുള്ളതാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. സംഘപരിവാറിന് മതാധിഷ്ഠിത രാഷ്ട്രം, അത് ഹിന്ദു രാഷ്ട്രം, ആ ഹിന്ദു രാഷ്ട്രവാദം നേരത്തെ തന്നെ അവർ മറച്ചു വച്ചിട്ടില്ല. RSSൻ്റെ ജന്മശതാബ്ദി വരാൻ പോവുകയാണ്. 2025 അടുത്ത വർഷം RSS രൂപം കൊണ്ടിട്ട് 100 വർഷം തികയുകയാണ്. അപ്പോൾ ആ 100 വർഷം തികയുമ്പോൾ സംഘപരിവാറിന് കടുത്ത വർഗീയ ലക്ഷ്യമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുത്തപ്പോൾ ആ ഘട്ടം മുതൽക്ക് അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയവരാണിവർ. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത്. അന്ന് തന്നെ RSS അതിനെതിരായിരുന്നു. നവംബർ 26 കഴിഞ്ഞ് നവംബർ 30 RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ അന്നൊരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിലെ വാചകങ്ങൾ അതേ രീതിയിൽ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ഭരണഘടനയിൽ പ്രാചീന ഭാരതത്തിലെ അനന്യമായ ഭരണഘടനാ വികാസത്തെക്കുറിച്ച് പരാമർശമൊന്നുമില്ല. മനുവിൻ്റെ നിയമങ്ങൾ സ്പാർട്ടയിലെ ലൈക്കർഗസിനും പേർഷ്യയിലെ സോളനും മുൻപുള്ളതാണ്.
ഈ ദിവസം വരെയും മനുസ്മൃതിയിലെ നിയമങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രശംസക്ക് പാത്രമായി. എന്നാൽ നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് ഒന്നുമല്ലായിരുന്നു. ഇതാണ് ഓർഗനൈസർ അന്ന് പറഞ്ഞു വെച്ചത്. സവർക്കർ ആ ഘട്ടത്തിൽ പറഞ്ഞത്, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ, അത് ഞാൻ ഉദ്ധരിക്കുകയാണ്, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കപ്പെടാറുള്ളത് മനുസ്മൃതിയാണ്. പ്രാചീന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനം മനുസ്മൃതിയാണ്. ഇപ്പോഴും കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിൽ പിന്തുടർന്നു പോരുന്ന രീതികളും ചട്ടങ്ങളും മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അവസാന വാചകം, മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. സവർക്കർ പറഞ്ഞു നിർത്തുകയാണ്. ദീനദയാൽ ഉപാധ്യായ, മറ്റൊരു RSS തലവൻ, ഭരണഘടന പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഈ ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞുള്ളതാണ്. ഇതാണ് RSS നിലപാട്. കൃത്യമാണല്ലോ. ആ നിലപാടിലേക്ക് എത്താൻ അവർ സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. പക്ഷേ നാം അനുഭവിച്ചതാണ്.